ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ രഞ്ജി ട്രോഫിയിലെ കേരളത്തിൻ്റെ ആദ്യത്തെ മത്സരം ഡേ 1 കഴിയുമ്പോൾ അല്പം കളിയിൽ നിന്ന് കേരളം കൈവിട്ടു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉത്തർപ്രദേശ് ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഡേ 1 അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ കേരളത്തിനൊരു ചെറിയ മേൽക്കോയ്മ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത് മനോഹരമായിട്ട് തന്നെ തങ്ങളുടെ പരിധിയിലേക്ക് ഉത്തർപ്രദേശ് വലിച്ചെടുക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ആലപ്പുഴ ഗ്രൗണ്ടിൽ വെച്ച് രഞ്ജി ട്രോഫി മത്സരം നടക്കുന്നത്, കേരളത്തിൻ്റെ അവസരം കിട്ടുന്നത്. അതിൽ മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഡേ 1 കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചും കേരള ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചും അല്പം സങ്കടകരമായിട്ടുള്ള എൻഡിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. 245-ന് 5 എന്ന നിലയിലാണ് ഇപ്പോൾ ടീം സ്കോർ നിൽക്കുന്നത്. നമുക്കറിയാം അവരുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടായെങ്കിലും പിന്നീട് ധ്രുവജൂരിൽ അതുപോലെ തന്നെ റിങ്കു സിംഗ് സഖ്യമാണ് ശരിക്കും അവരുടെ ടോട്ടലിനെ പടുത്തുയർത്താൻ സഹായിച്ചിട്ടുള്ളത്. നിലവിൽ സ്കോർ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിങ്കു സിംഗ് 103 ബോളുകളിൽ നിന്ന് 71 റൺസുമായിട്ട് നോട്ട് ഔട്ടാണ്. അതോടൊപ്പം തന്നെ ധ്രുവജൂരിൽ 50 അടിച്ചിട്ടുണ്ട്, 100 ബോളുകളിൽ നിന്ന് 54 റൺസുമായിട്ട് നോട്ട് ഔട്ടാണ്. നാളത്തെ ആദ്യത്തെ സെഷനിൽ തന്നെ വിക്കറ്റുകൾ ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ഓൾമോസ്റ്റ് സെറ്റായി നിൽക്കുന്ന ഈ റിങ്കു സിംഗ് ധ്രുവജൂരിൽ സഖ്യത്തിനെ പറിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചാൻസ് കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മഴയുടെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒരു സമനില, അല്ലാത്ത പക്ഷം ഉത്തർപ്രദേശിന് ഒരു വിന്ന് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഉത്തർപ്രദേശിൻ്റെ ബോളിംഗ് അറ്റാക്കും ബാറ്റിംഗ് അറ്റാക്കും ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി അവരുടെ ബോളിംഗ് അറ്റാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗരവ് കുമാർ, യാഷ് ദയാൽ, അൻകിത് രാജ്പുത്ത്, അതോടൊപ്പം തന്നെ കുൽദീപ് യാദവിനെയൊക്കെ എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് കേരള ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാർ അല്ലെങ്കിൽ കേരള ബാറ്റ്സ്മാൻമാർ. എന്തായാലും അതിനിർണായകമായിട്ടൊരു മത്സരം തന്നെയാണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിലവിലെ ഫോം വെച്ച് റിങ്കു സിംഗ് നല്ല ഫോമിൽ തന്നെയാണ്. ഓൾറെഡി ഇപ്പം അവിടെ പോയി കളിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. പുള്ളി നല്ല ഒരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഫീൽ ചെയ്തിട്ടില്ല പുള്ളിക്ക്. അപ്പോൾ പുള്ളി എന്തായാലും മനോഹരമായിട്ടൊരു തുടക്കം തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്രോബബിളി ഈ ഒരു സ്കോർ 300-320 പോവുകയാണെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് അല്പം ഹാർഡ് ടു ചേസ് ആയിട്ടൊരു സ്കോർ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതലും സമനില പിടിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമനില പോലും ഈ ഒരു മത്സരത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ മഴ കളി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം കേരളം ഒട്ടാകെ മൊത്തത്തിൽ മഴ നിൽക്കുകയാണ്. ആലപ്പുഴ ഒട്ടും മോശമല്ല. ഇന്നത്തെ മത്സരം നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോ ലൈറ്റ് മൂലം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കേരളത്തിനെ സംബന്ധിച്ച് ആദ്യ ദിവസം അല്പം കൈവിട്ട് പോയോ എന്നൊരു സംശയമുണ്ട്. കേരളത്തിന് വേണ്ടി ബോൾ എറിഞ്ഞതിൽ അല്പം എക്കോണമി കൂടുതലുള്ള ആസ് യൂഷ്വൽ ബേസിൽ തമ്പിയാണ്. പിന്നെ ബോൾ എറിഞ്ഞ എല്ലാ പ്ലേയേഴ്സും വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ബേസിൽ തമ്പി 1 വിക്കറ്റ്, നിതീഷ് എം ഡി 1 വിക്കറ്റ്, വൈശാഖ് ചന്ദൻ 1 വിക്കറ്റ്, ജലജ് സക്സേന 1 വിക്കറ്റ്, ശ്രേയസ് ഗോപാൽ 1 വിക്കറ്റ്. ആദ്യത്തെ നമ്മുടെ ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നത് സമർ സിംഗിനെ പുറത്താക്കിയിട്ട് നിതീഷ് എം ഡിയാണ് ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നത്. അതിനുശേഷം ആര്യൻ ജൂവിൽ അത്യാവശ്യം സെറ്റായി നിൽക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ളത്. പുള്ളിയെ എന്തായാലും അവിടെ വൈശാഖ് ചന്ദ്രൻ വിക്കറ്റ് എടുത്തു. അത് വിഷ്ണുവിനൊന്ന് ക്യാച്ച് എടുത്താണ് പുള്ളി പോകുന്നത്. അതിനുശേഷം ചറവറ വിക്കറ്റുകൾ പോയെങ്കിലും പിന്നീട് ആ ഒരു വലിയ സഖ്യം, അതായത് റിങ്കു സിംഗ് ധ്രുവജൂരിലെ സഖ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വലിയ തിരിച്ചടിയായി നിൽക്കുന്നത്. 244-5 എന്ന് പറയുന്ന ഒട്ടും മോശമല്ലാത്ത കണ്ടീഷനാണ് ഈ രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്. അതുമല്ല ഇത്രയും നല്ല ബോളിംഗ് അറ്റാക്കുള്ള ഉത്തർപ്രദേശ് ടീമിനെ സംബന്ധിച്ച് അത് അല്പം നല്ല ടോട്ടലും കൂടിയാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും നാളത്തെ മത്സരത്തിൽ അല്ലെങ്കിൽ നാളത്തെ ഡേയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക. ആദ്യത്തെ സെഷനിൽ തന്നെ ഇവർ രണ്ടുപേരും വിക്കറ്റ് വീഴ്ത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ച് കളി തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇവരുടെ ബോളിംഗ് അറ്റാക്കിനെ എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ആയിട്ട്. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.